सर्वेषां रुद्राज स्कूल प्रति स्वागतम्। अस्माकं द्वितीये एकके पञ्चमः पाठः भवति सूक्तिरत्नानि। सूक्तिः ഉക്തിः നാമ പറയപ്പെട്ടത്. ഉക്തിः എന്ന് പറഞ്ഞാൽ പറയപ്പെട്ടത് എന്നാണ്. സൂക്തിः നല്ലതായിട്ടുള്ള പറയപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, നല്ല ഉക്തികൾ, അതാണ് സൂക്തി എന്ന വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സൂക്തിരത്നാനി നല്ല വാക്കുകൾ, നല്ല ഉക്തികളായിട്ടുള്ള രത്നങ്ങൾ, അതായത് വളരെ പ്രധാനപ്പെട്ട, നമുക്ക് രത്നങ്ങൾ പോലെ വിലമതിക്കുന്ന പല മഹാത്മാരും പല ഉപനിഷത്തുകളിൽ നിന്നും നമുക്ക് കിട്ടിയിട്ടുള്ള നല്ല ഉക്തികളെയാണ് സൂക്തി രത്നാനി എന്ന് പറയുന്നത്. ഇന്ത്യ പെറ്റ മക്കൾ നമ്മൾ എന്നുമൊന്ന്, ഹിന്ദുവല്ല ക്രിസ്ത്യനല്ല നമ്മൾ മനുഷ്യർ, ജൈനനല്ല പാഴ്സിയല്ല ഇസ്ലാമല്ല, ഭാരതീയർ 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 നമ്മൾ ഭാരതീയർ ഭാരതീയർ ഭാരതീയർ. ഇങ്ങനെയുള്ള പാട്ടുകൾ നമ്മൾ കേട്ടിട്ടുണ്ടോ? നമ്മുടെ സ്വാതന്ത്ര്യ ദിനത്തിനും മറ്റ് സ്കൂളിലെ പ്രോഗ്രാമുകൾക്കൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള സ്വാതന്ത്ര്യ സമര ഗീതങ്ങൾ അല്ലെ കേട്ടിട്ടുണ്ട്, പാടിയിട്ടുണ്ട്. ഇവിടെ ഏതേഷു പദ്യേഷു പ്രതിപാദ്യ വിഷയഃ കഃ, ഇങ്ങനെയുള്ള പദ്യങ്ങളിൽ, ഇങ്ങനെയുള്ള ഗാനങ്ങളിലെ പ്രതിപാദിക്കുന്ന വിഷയം എന്താണ്? നമ്മൾ ഭാരതീയരുടെ ഒത്തൊരുമയെക്കുറിച്ച്, നമ്മുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, നമ്മളുടെ ഭാരതീയരാണെന്നല്ല, ആ ഒരു വ്യത്യസ്ത മതങ്ങളാണെന്നോ വ്യത്യസ്ത ജാതികളാണെന്നോ എന്നൊന്നുമില്ലാതെ നമ്മളെല്ലാവരും ഒത്തൊരുമയോടുകൂടി ഒറ്റക്കെട്ടായി ഒരു ഭാരതത്തിന്റെ മക്കളാണെന്നുള്ള ആ ഒരു ചിന്ത നമ്മളിലേക്ക് എത്തിക്കുന്നതാണ് ഇത്തരത്തിലുള്ള ദേശഭക്തി ഗാനങ്ങൾ. ഏതാദൃശാനി അന്യാനി പദ്യാനി ജാനന്തിക്കും, ഇത്തരത്തിലുള്ള ദേശഭക്തിയെ കുറിച്ച് പറയുന്ന മറ്റു പദ്യങ്ങൾ നിങ്ങൾക്ക് അറിയുമോ എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. നിങ്ങൾ പാടിയിട്ടുള്ളതും പഠിച്ചിട്ടുള്ളതുമായിട്ടുള്ള അത്തരത്തിലുള്ള ദേശഭക്തി ഗാനങ്ങൾ നിങ്ങളുടെ ക്ലാസ് റൂമുകളിൽ എല്ലാവരുടെയും അറിവിലേക്കായി നിങ്ങൾ അവതരിപ്പിക്കുക, എല്ലാവർക്കും അത് പരിചയപ്പെടുത്തി കൊടുക്കുക. നോക്കാം. ആമുഖം. സുഷ്ടു ഭാഷിതാനി സുഭാഷിതാനി. സുഷ്ടു ഭാഷിതാനി, നല്ലതായി പറഞ്ഞിട്ടുള്ളത്, നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ് സുഭാഷിതങ്ങൾ. ഭാഷിതം എന്ന് പറഞ്ഞാൽ പറഞ്ഞത്. സുഷ്ടു നല്ലത്, നല്ലതായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ് സുഭാഷിതങ്ങൾ. താനി ആകർഷകാനി ചിന്തോദ്ദീപകാനി ച ഭവന്തി. ആ സുഭാഷിതങ്ങൾ ആകർഷകങ്ങളാണ്, അതായത് നല്ല രസമായിട്ട് നമുക്ക് ചൊല്ലാനും കേൾക്കാനും ഒക്കെ രസമായിട്ട് ആകർഷകമായിട്ടാണ് എഴുതപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ചിന്തോദ്ദീപകാനി, നമ്മുടെ ചിന്തയെ ഉണർത്തുന്നതാണ്. നമുക്ക് എന്തെങ്കിലും ഒരു നല്ല കാര്യം, ഒരു ഗുണപാഠം നമ്മളിലേക്ക് എത്തിക്കുന്ന തരത്തിലുള്ളതാണ് സുഭാഷിതങ്ങൾ. നന്മ ചെയ്യണം, അല്ലെങ്കിൽ ചീത്ത കൂട്ടുകെട്ടിലേക്ക് പോകരുത്, അങ്ങനെ അലസത പാടില്ല എന്നൊക്കെ തുടങ്ങി ഒരു നല്ല കാര്യം നമ്മളിലേക്ക്, നല്ലതായിട്ടുള്ള ഒരു കാര്യം നമ്മളിലേക്ക് എത്തിക്കുന്നതാണ് സുഭാഷിതങ്ങൾ. സംസ്കൃത ഭാഷായാം അമൂല്യാനി സുഭാഷിതാനി സന്ധി. സംസ്കൃത ഭാഷയില് അമൂല്യങ്ങളായിട്ടുള്ള, അതായത് വിലമതിക്കാനാവാത്ത തരത്തിലുള്ള ഒരുപാട് സുഭാഷിതങ്ങൾ ഉണ്ട്. സുഭാഷിത ശ്ലോകങ്ങൾ ഒരുപാട് ഉണ്ട് സംസ്കൃത സാഹിത്യത്തില്. നൈകേ പണ്ഡിതാഹ സുഭാഷിതാന്യധികൃത്യ ബഹുധാ പരാമൃഷ്ടവന്തഃ. നൈകേ പണ്ഡിതാഹ, അനേകം പണ്ഡിതന്മാര്, ഒരുപാട് പണ്ഡിതന്മാര് സുഭാഷിതങ്ങളെ കുറിച്ചിട്ട് പല വിധത്തില്, പല തരത്തില് പരാമർശിച്ചിട്ടുണ്ട്. അതായത് ഒരുപാട് ഗ്രന്ഥങ്ങളില് സൂക്തികളായി നമ്മളുടെ സുഭാഷിതങ്ങളെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. തേഷു പ്രമുഖഃ ഭവതി രവീന്ദ്രനാഥ ടാഗോർ മഹാശയഃ. അവരിൽ പ്രമുഖനാണ് രവീന്ദ്രനാഥ ടാഗോർ എന്ന് പറയുന്ന മഹത് വ്യക്തി. നമുക്കറിയാം, രവീന്ദ്രനാഥ ടാഗോർ ആണ് നമ്മളുടെ ദേശീയ ഗാനമായ ജനഗണമന എന്ന് തുടങ്ങുന്ന ഗീതാഞ്ജലിയിലെ ആ ഗാനം രചിച്ചിട്ടുള്ളത്. ആ ഗീതാഞ്ജലിക്ക് അദ്ദേഹത്തിന് നോബൽ പ്രൈസ് വരെ ലഭിച്ചിട്ടുമുണ്ട്. അപ്പോൾ രവീന്ദ്രനാഥ ടാഗോർ സുഭാഷിതങ്ങൾ പറയുന്നതിൽ, നമുക്ക് പരിചയപ്പെടുത്തി തന്നതിൽ പ്രമുഖനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. തസ്യ മതേ സുഭാഷിതാനി വിവേക കുളികാഹ സന്ധി.
തസ്യ മതേ, അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ സുഭാഷിതങ്ങൾ എന്ന് പറഞ്ഞാൽ വിവേക ഗുളികകളാണ്. വിവേകം എന്ന് പറഞ്ഞാൽ നമുക്ക് തിരിച്ചറിവ്, നമുക്ക് അറിവ് പകരുന്നത്. അപ്പൊ നമുക്ക് തിരിച്ചറിവ് തരുന്ന ഗുളികകളാണ്. അതായത് സുഭാഷിതങ്ങൾ എങ്ങനെയാണ് അല്ലെ, വളരെ ചെറിയതാണ്. ആ ചെറിയ 4 വരികളിൽ വലിയൊരു ആശയത്തെ നമ്മളിലേക്ക് എത്തിക്കുന്നതാണ് സുഭാഷിതങ്ങൾ. അത് നമുക്ക് ചൊല്ലുമ്പോൾ അക്ഷരങ്ങളുടെ ആ ഒരു ഭംഗി കൊണ്ടും അതിന്റെ രീതി കൊണ്ടും ഒക്കെ നമുക്ക് വളരെ ആകർഷകവുമാണ്. അപ്പൊ അത്തരത്തിലുള്ള സുഭാഷിതങ്ങൾ രവീന്ദ്രനാഥ് ടാഗോറിന്റെ അഭിപ്രായത്തിൽ മനുഷ്യർക്കുള്ള ഒരുതരം ഗുളികകളാണ്. എന്താണ്? വിവേകം നൽകുന്ന, വിവേകം തരുന്ന ഗുളികകളാണെന്നാണ് അദ്ദേഹം പറയുന്നത്. സമാജസ്യ ഹിതായ യോഗ്യാനി സ്വാതന്ത്ര്യാദീനാം പോഷകരൂപാണി കാനിചന സുഭാഷിതാനി പഠാമഹ താനി സ്വജീവനെ സ്വാംശീകുർമശ്ച. സമാജത്തിന്റെ, നമ്മുടെ ഈ സമൂഹത്തിന്റെ ഹിതായ, സമൂഹത്തിന് ഗുണകരമായിട്ട് അതിന്റെ നന്മയ്ക്കായിട്ടുള്ള യോഗ്യാനി, അനുയോജ്യമായിട്ടുള്ള സ്വാതന്ത്ര്യാദീനാം പോഷകരൂപാണി, സ്വാതന്ത്ര്യം മുതലായ ഗുണങ്ങളെ പരിപോഷിപ്പിക്കുന്ന തരത്തിലുള്ള, അതിനെ ഉണർത്തുന്ന തരത്തിലുള്ള, നമ്മൾക്ക് സമാജത്തിൽ നല്ല രീതിയിൽ ജീവിക്കാൻ സ്വാതന്ത്ര്യം മുതലായ ഗുണങ്ങൾ നമ്മളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള കാനിചന സുഭാഷിതാനി പഠാമഹ. കുറച്ച് സുഭാഷിതങ്ങൾ നമുക്ക് ഇവിടെ പഠിക്കാം. താനി സ്വജീവനെ സ്വാംശീകുർമശ്ച. ആ പഠിക്കുന്ന കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തില്, സ്വജീവനെ, സ്വന്തം ജീവിതത്തില് പകർത്തുകയും ചെയ്യാം. അത് നമ്മളുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ സ്വഭാവത്തിലേക്ക് നമുക്ക് സ്വാംശീകരിക്കാം. അതിൽ നമുക്ക് ആർജിച്ചെടുക്കാം ആ ഒരു ഗുണങ്ങളെ. നോക്കാം. മഹാകവിന കുമാരനാശാൻ മഹോദയേന കൈരള്യാം രചിതം സുഭാഷിതം സംസ്കൃത ഭാഷയാ അനൂദ്യതേ. മഹാകവിയായ കുമാരനാശാൻ എഴുതിയിട്ടുള്ള, മലയാളത്തിൽ എഴുതിയിട്ടുള്ള ഒരു സുഭാഷിതം നമുക്ക് സംസ്കൃത ഭാഷയിൽ തർജ്ജമ ചെയ്തിട്ട്, അതിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. ഒന്നാമത്തെ സുഭാഷിതം നോക്കാം. സ്വാതന്ത്ര്യമേവാപ്യമൃതം സ്വാതന്ത്ര്യം ചൈവ ജീവിതം പാരതന്ത്ര്യം മാനിനാം തു മരണാച്ച ഭയാനകം. എന്താണ്? സ്വാതന്ത്ര്യമേവാപ്യമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം. സ്വാതന്ത്ര്യം ചൈവ ജീവിതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം. പാരതന്ത്ര്യം മാനിനാം തു, പാരതന്ത്ര്യം മാനികൾക്ക്. മരണാച്ച ഭയാനകം, മൃതിയേക്കാൾ ഭയാനകമാണ്. എന്താ പറയുന്നത്? സ്വാതന്ത്ര്യമേവ അപി അമൃതം. സ്വാതന്ത്ര്യം എന്താണ്? അമൃതമാണ്. സ്വാതന്ത്ര്യം നമ്മൾ എപ്പോഴും കേൾക്കുന്ന, നമ്മൾ എപ്പോഴും പ്രയോഗിക്കുന്ന ഒരു വാക്കാണല്ലേ സ്വാതന്ത്ര്യം എന്നുള്ളത്. എന്താണ് സ്വാതന്ത്ര്യം? നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന്, സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുവാൻ, കാര്യങ്ങൾ ചെയ്യുവാനുള്ള ആ ഒരു കഴിവ്, അല്ലെങ്കിൽ അതിനുള്ള ഒരു അവസരം, അതാണ് സ്വാതന്ത്ര്യം. നമ്മള് ചെറിയ ക്ലാസ് തൊട്ട് നമ്മൾ പഠിക്കുന്നതാണ്. ബ്രിട്ടീഷുകാരിൽ നിന്ന് നമ്മൾ ഇന്ത്യക്കാർ സ്വാതന്ത്ര്യം നേടി. എന്താണ് സ്വാതന്ത്ര്യം? അവര് നമ്മളെ ഇന്നത് ചെയ്യാൻ പാടില്ല, ഇന്ന കാര്യങ്ങൾ പറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ നമ്മളൊരു കൂട്ടിലിട്ട പോലെ, നമ്മളൊരു കൂട്ടിലിട്ട കിളിയെ പോലെയായിരുന്നു അവർ നമ്മളിവിടെ ഭരിച്ചിരുന്നത്. അടിമകളെ പോലെയായിരുന്നു നമ്മളെ ഭരിച്ചിരുന്നത്. അതിൽ നിന്ന് നമ്മൾ ആ ചങ്ങലയൊക്കെ പൊട്ടിച്ച് ആ കൂട്ടിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പറക്കാൻ, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനുള്ള അവകാശം നമ്മൾ നേടിയെടുത്തതാണ് നമ്മുടെ സ്വാതന്ത്ര്യം. ഇവിടെ പറയുന്നു സ്വാതന്ത്ര്യം തന്നെയാണ് അമൃതം. അമൃതം എന്ന് പറഞ്ഞാൽ മരണമില്ലാത്ത അവസ്ഥ. അതായത് അത്രയും വലിയ ആശയമാണ് അമൃതം എന്ന് പറയുന്നത്. നമുക്ക് മരണമില്ലാതെ, നമുക്ക് ഒന്നിനെയും ഭയക്കാതെ ജീവിക്കാനുള്ള ഒരു അവസ്ഥ. സ്വാതന്ത്ര്യം ചെയ്വ ജീവിതം, സ്വാതന്ത്ര്യം തന്നെയാണ് ജീവിതം. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മളുടെ സ്വാതന്ത്ര്യമാണ്. പാരതന്ത്ര്യം മാനിനാം തു, പാരതന്ത്ര്യം എന്ന് പറഞ്ഞാല് സ്വാതന്ത്ര്യം ഇല്ലാത്ത അവസ്ഥ, അതിന്റെ ഓപ്പോസിറ്റ് ആണ്. സ്വാതന്ത്ര്യം എന്ന വാക്കിന്റെ കൃത്യമായ ഒരു വിപരീത പദമായിട്ട് നമുക്ക് പറയാം പാരതന്ത്ര്യം. പരീക്ഷകൾക്കൊക്കെ ചോദിക്കാം. മാനിനാം തു, മാനികൾക്ക്, അതായത് അഭിമാനമുള്ളവർക്ക്, അഭിമാനമുള്ള മനുഷ്യർക്ക്. മരണാച്ച ഭയാനകം, മരണത്തെക്കാൾ, മൃതിയേക്കാൾ, മൃതി എന്ന് പറഞ്ഞാൽ മരണം എന്നാണ്, മരണത്തെക്കാൾ ഭയാനകമാണ്. അഭിമാനമുള്ള ആൾക്കാർക്ക് ഇങ്ങനെ സ്വാതന്ത്ര്യമില്ലാതെ കൂട്ടിലടച്ച കിളികളെ പോലെയുള്ള ആ ഒരു ജീവിതം അവർക്ക് മരിക്കുന്നതിനേക്കാൾ, മരണം സംഭവിക്കുന്നതിനേക്കാളും ബുദ്ധിമുട്ട് പിടിച്ച അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണെന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. സ്വാതന്ത്ര്യമേവാപ്യമൃതം സ്വാതന്ത്ര്യം ചൈവ ജീവിതം പാരതന്ത്ര്യം മാനിനാം തു
മരണാച്ച ഭയാനകം. അതിന്റെ അടുത്ത പേജിൽ നമുക്ക് അതിലെ പദച്ഛേദങ്ങൾ പരിചയപ്പെടാം. ഏവാപ്യമൃതം, ഏവാപ്യമൃതം. അതിൽ 3 പദങ്ങളാണ്. ഏവ അധികം അപി അധികം അമൃതം. ഏവാപ്യമൃതം എന്നുള്ളത് ഏവ അധികം അപി അധികം അമൃതം. ചൈവ നമുക്ക് മുൻപ് തന്നെ അറിയുന്നതാണ്. ചൈവ ച അധികം ഏവ, അത് കൂടി ചേരുമ്പോഴാണ് എ എന്നുള്ളത് ചായും എയും കൂടി ചേരുമ്പോൾ ചൈ എന്നുള്ള രൂപമായി മാറുന്നു. ചൈവ. മരണാച്ച, മരണാത് അധികം ച. മരണാച്ച എന്നുള്ളത് മരണാത് അധികം ച. അടുത്തത് വിഗ്രഹവാക്യങ്ങളാണ്. സ്വാതന്ത്ര്യം, സ്വാതന്ത്ര്യം. സ്വസ്മിൻ തന്ത്രഃ സ്വതന്ത്രഃ തസ്യ ഭാവഃ സ്വാതന്ത്ര്യം. സ്വസ്മിൻ തന്ത്രഃ സ്വതന്ത്രഃ, സ്വതന്ത്രനായിട്ടുള്ളവന്റെ ഭാവമാണ് സ്വാതന്ത്ര്യം. മാനിനാം, പ്രശസ്തം മാനം അസ്യ അസ്തീതി മാനി. അതായത് അഭിമാനം എന്നുള്ള, അതായത് സ്വന്തമായിട്ടൊരു നിലപാടുള്ളവനാണല്ലോ അഭിമാനി. അങ്ങനെയുള്ള ആള്, അവരുടെ ആ ഇതിനെയാണ് നമ്മൾ പറയുന്നത് മാനിനാം എന്നുള്ള പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഈ പഠിച്ച സുഭാഷിതത്തിന്റെ അന്വയം നമുക്ക് താഴേക്ക് നോക്കാം. സ്വാതന്ത്ര്യം ഏവ അപി അമൃതം, സ്വാതന്ത്ര്യം ഏവ ജീവിതം ച, മാനിനാം തു പാരതന്ത്ര്യം മരണാത് ച ഭയാനകം ഭവതി. സ്വാതന്ത്ര്യം ഏവ അപി അമൃതം, സ്വാതന്ത്ര്യം തന്നെയാണ് അമൃതമായിട്ടുള്ളത്, അത്രയും വിശേഷപ്പെട്ടതായിട്ടുള്ളത്. നമുക്ക് അമൃതം എന്ന് പറഞ്ഞാൽ, അമൃതം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് മരണമില്ലാത്ത എല്ലാ കാലത്തും നമുക്ക് ജീവിക്കാനുള്ള ആ ഒരു ഭാഗ്യം കിട്ടുന്നൊക്കെയല്ലേ നമ്മൾ കേട്ടിട്ടുള്ളത്. അപ്പൊ ഇവിടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമുക്ക് മരണമില്ലാതെ ഈ ലോകത്ത് കുറെ കാലം ജീവിക്കാനുള്ള അവസരം നൽകുന്നു എന്നാണ്. അപ്പൊ അത്രയും വിശേഷപ്പെട്ടതാണ്. സ്വാതന്ത്ര്യമേവ ജീവിതം ച, സ്വാതന്ത്ര്യം തന്നെയാണ് നമ്മുടെ ജീവിതം. മാനിനാം തു പാരതന്ത്ര്യം മരണാത് ച ഭയാനകം ഭവതി. അഭിമാനിയായിട്ടുള്ളവർക്ക് പാരതന്ത്ര്യം എന്നുള്ളത്, പാരതന്ത്ര്യം സ്വതന്ത്രതായാഹ അഭാവഃ, സ്വാതന്ത്ര്യത്തിന്റെ അഭാവം, സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥ, അത് മരണത്തെക്കാൾ ഭയാനകമാണ്. അവർക്ക് അതിലേറെ നല്ലത് മരിച്ചു പോവുകയാണെന്ന് തോന്നിപ്പോകും. കാരണം മരണത്തെക്കാൾ അവര് ശരിക്കും വീർപ്പ് മുട്ടിക്കുന്നതാണ് ഈ പാരതന്ത്ര്യം എന്നുള്ള ആ ഒരു അവസ്ഥ. അതിലെ സാരാംശ സ്വാതന്ത്ര്യമേവ അമരത്വം ഭവതി, സ്വാതന്ത്ര്യം നമുക്ക് അമരത്വമാണ് നൽകുന്നത്. സ്വാതന്ത്ര്യമേവ ജീവനം ഭവതി, സ്വാതന്ത്ര്യം നമുക്ക് ജീവിതം തന്നെയാണ്. പാരതന്ത്ര്യം തു അഭിമാനിനാം മൃത്യുമപേക്ഷ്യ ഭയാനകം ഭവതി. പാരതന്ത്ര്യം അഭിമാനികൾക്ക്, മൃത്യുഹു എന്ന് പറഞ്ഞാൽ മരണം, മൃത്യുവിനെ അപേക്ഷിച്ച്, മൃത്യുവിനെ വെച്ച് നോക്കുമ്പോൾ മൃത്യുവിനേക്കാൾ ഭയാനകമായിട്ടുള്ളതാണ് പാരതന്ത്ര്യം. സ്വാതന്ത്ര്യം വിന ജീവനം മരണമേവ ഇത്യാശയ, സ്വാതന്ത്ര്യം കൂടാതെ സ്വാതന്ത്ര്യമില്ലാത്ത ജീവിതം മരണം തന്നെയാണ്, സ്വാതന്ത്ര്യമില്ലാത്ത ഒരു ജീവിതം എന്ന് പറയുന്നത് മരണ തുല്യമാണ് എന്നാണ് ഈ ശ്ലോകത്തിൽ നമ്മൾ ആശയമായിട്ട് പറയുന്നത്. ഒന്നുകൂടെ നോക്കാം. സ്വാതന്ത്ര്യമേവാപ്യമൃതം സ്വാതന്ത്ര്യം ചൈവ ജീവിതം പാരതന്ത്ര്യം മാനിനാം തു മരണാച്ച ഭയാനകം. അടുത്ത സുഭാഷിതം നമുക്ക് നോക്കാം. ശ്രീനാരായണ ഗുരുദേവേന അരുവിപ്പുറ ഗ്രാമേ ശിവലിംഗ പ്രതിഷ്ഠാവേളായാം ദേവാലയ ഭിത്തൗ കൈരള്യാം ലിഖിതം സുഭാഷിതം സംസ്കൃത ഭാഷയാ അനൂദ്യതി. ശ്രീനാരായണ ഗുരുദേവനാൽ അരുവിപ്പുറ ഗ്രാമത്തിൽ ശിവലിംഗ പ്രതിഷ്ഠ വേളയിൽ, ആ സമയത്ത് ദേവാലയ ഭിത്തൗ, ദേവാലയത്തിന്റെ ഭിത്തിയിൽ, ചുവരിൽ, കൈരള്യാം ലിഖിതം, മലയാളത്തിൽ എഴുതിയിട്ടുള്ള സുഭാഷിതം, സംസ്കൃത ഭാഷയാ അനൂദ്യത, സംസ്കൃത ഭാഷയിൽ നമ്മൾ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. ജാതിഭേദം മതദ്വേഷം വിനായത്ര ജനാസമേ സോദരത്വേന വർത്തന്തേ മാതൃകാസ്ഥാനമപ്യത. നമ്മളിതിന്റെ മലയാളം കേട്ടിട്ടുണ്ട് കേട്ടോ. സംസ്കൃതം നോക്കാം. ജാതിഭേദം മതദ്വേഷം വിനായത്ര ജനാസമേ
സോദരത്വേന വർത്തന്തെ മാതൃകാസ്ഥാനമപ്യത. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. വളരെ പ്രശസ്തമായ വരികളാണ്. ശ്രീനാരായണ ഗുരുദേവൻ എഴുതിയിട്ടുള്ള വളരെ പ്രശസ്തമായ വരികളാണ്. നമുക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതിന്റെ സംസ്കൃതത്തിലുള്ള പരിഭാഷയാണ്. ജാതിഭേദം മതദ്വേഷം. എന്നാ ജാതിഭേദം എന്ന് പറഞ്ഞാല് ജാതി തമ്മിലുള്ള വ്യത്യാസങ്ങളൊന്നുമില്ലാതെ, വ്യത്യസ്ത ജാതികളുണ്ട് അല്ലെ, ആ ജാതികൾ എന്നുള്ള യാതൊരു വ്യത്യാസവും ഇല്ലാതെ, ഭേദമില്ലാതെ. മതദ്വേഷം, മതദ്വേഷം എന്ന് പറഞ്ഞാൽ മതം എന്നുള്ളതിന് അഭിപ്രായം എന്നുള്ള ഒരു അർത്ഥവുമുണ്ട്, മതം റിലീജിയൻ എന്നുള്ള അർത്ഥവുമുണ്ട്. ആ ദ്വേഷം എന്ന് പറഞ്ഞാൽ അതിന്റെ തർക്കം, അതിന്റെ വ്യത്യസ്തതയിൽ വരുന്ന തർക്കം. ഇതൊന്നും ഇല്ലാതെ, വിനാ, ജാതിഭേദമോ മതദ്വേഷമോ ഇല്ലാതെ, വിനാ ഇല്ലാതെ, എത്ര എവിടെയാണോ, ജനാഹ സമേ സർവേ ജനാഹ എല്ലാ ജനങ്ങളും ഉള്ളത്, സോദരത്വേന വർത്തന്തെ സഹോദരന്മാരായിട്ട്, ജാതി ചിന്തകളോ മതചിന്തകളോ അഭിപ്രായ വ്യത്യാസങ്ങളോ മറ്റ് നിറത്തിന്റെയും വർഗത്തിന്റെയും കാര്യത്തിലുള്ള വ്യത്യാസങ്ങളൊന്നും പരിഗണിക്കാതെ എല്ലാ മനുഷ്യരും ഒന്നാണെന്നുള്ള ആ ഒരു കാഴ്ചപ്പാടില് സഹോദരന്മാരായി എല്ലാവരും ജീവിക്കുന്നത് എവിടെയാണോ അവിടം മാതൃകാസ്ഥാനം അപ്യതഃ, മാതൃകാസ്ഥാനം അപി അധഃ, ആ സ്ഥലം, ഇവിടം, അതിവിടെയാണ്, ഇവിടം മാതൃകാസ്ഥാനമാണ്. ഈ സ്ഥലം ഇതൊന്നുമില്ലാതെ എല്ലാവരും സഹോദരന്മാരായി ജീവിക്കുന്ന ഒരു മാതൃകാസ്ഥാനമാണെന്നാണ് ശ്രീനാരായണ ഗുരുദേവൻ പറയുന്നത്. ജാതിഭേദം മതദ്വേഷം വിനായത്ര ജനാസമേ സോദരത്വേന വർത്തന്തെ മാതൃകാസ്ഥാനം അപി അധഃ. അധഃ എന്ന് പറഞ്ഞാൽ ഇവിടെ, ഈ ഇവിടം മാതൃകാസ്ഥാനമാണ്. അതിലെ പദച്ഛേദം നോക്കാം. അപ്യതഃ, അപ്യതഃ എന്നുള്ളത് അപി അധികം അധഃ, അപി അധികം അധഃ. അന്വയം നോക്കാം. ഈ ശ്ലോകത്തിന്റെ ആശയം നമ്മൾ മലയാളത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിന്റെ സംസ്കൃതത്തിലുള്ള അന്വയ ഭാഗം നോക്കാം. യത്ര സമേ ജനാഹ ജാതിഭേദം മതദ്വേഷം അപി വിനാ സോദരത്വേന വർത്തന്തെ അതഃ മാതൃകാസ്ഥാനം ഭവതി. യത്ര എവിടെയാണോ, സമേ ജനാഹ സർവേ ജനാഹ എല്ലാ മനുഷ്യരും എല്ലാ ജനങ്ങളും, ജാതിഭേദം ജാതി ഭേദങ്ങളിൽ, മതദ്വേഷം അപിവിന ജാതിഭേദവും മതദ്വേഷവും ഇല്ലാതെ, ഇതൊന്നും ഇല്ലാതെ, സോദരത്വേന സഹോദരന്മാരെ പോലെ സഹോദരന്മാരായിക്കൊണ്ട്, വർത്തന്തേ ഇരിക്കുന്നത്, അതായത് അങ്ങനെ ജീവിക്കുന്നത് എവിടെയാണോ അങ്ങനെയുള്ളത് സഹോദരന്മാരായിട്ടുള്ളത്, അതഃ അധഃ ഇവിടെ, ഇവിടം മാതൃകാസ്ഥാനം ഭവതി അങ്ങനെയുള്ള ഇവിടം മാതൃകാസ്ഥാനമാണ്. എല്ലാ ഭൂമിയിലുള്ള എല്ലാ രാജ്യത്തുള്ളവർക്കും എല്ലാവർക്കും ഈ ഒരു സ്ഥലം മാതൃകാസ്ഥാനമാണ്. ഇത് വളരെ വിശേഷപ്പെട്ട് ഏവർക്കും മാതൃകയാക്കാവുന്ന ഒരിടമാണ് എന്നാണ് ഈ വരികളിലൂടെ പറയുന്നത്. അതിന്റെ സാരാംശം നോക്കാം. യത്ര സർവേ ജനാഹ ജാതിചിന്താം ധർമ്മവിദ്വേഷം ച വിനാ വസന്തി സോയമാശ്രമഃ മാതൃകാസ്ഥാനം ഭവതി. യത്ര സർവേ ജനാഹ എവിടെയാണോ എല്ലാ മനുഷ്യരും, ജാതിചിന്താം ധർമ്മവിദ്വേഷം ച വിനാ വസന്തി ജാതി ചിന്തകളും ധർമ്മവിദ്വേഷം എന്ന് പറഞ്ഞാല് മതത്തിന്റെ പേരിലുള്ള വൈരാഗ്യങ്ങള്, മതത്തിന്റെ പേരിലുള്ള തർക്കങ്ങള്, ഇവ രണ്ടും വിനാ ഇവ രണ്ടും ഇല്ലാതെ, വസന്തി അവർ താമസിക്കുന്നത്, സഹ അയമാശ്രമഃ ആ ആശ്രമം, ആശ്രമം എന്ന് പറഞ്ഞാൽ ആ ഒരിടം, ഇവിടെ ആശ്രമം എന്ന് ഉദ്ദേശിക്കുന്നത് സ്വാമി പറഞ്ഞ മാതൃകാസ്ഥാനത്തെ തന്നെയാണ്. ആ സ്ഥലമാണ് മാതൃകാസ്ഥാനം എന്ന് പറയുന്നത്. ഒന്നുകൂടെ നോക്കാം. ജാതിഭേദം മതദ്വേഷം വിനായത്ര ജനസമേ സോദരത്വേന വർത്തന്തെ മാതൃകാസ്ഥാനമപ്യത. അടുത്ത സുഭാഷിതം നമുക്ക് നോക്കാം. സൂക്തിമാലായാം ലോകവശീകരണാർത്ഥം ക്ഷമ സ്നേഹ ദയാദീനാം പ്രാധാന്യം പ്രദർശയതി.
സൂക്തിമാലയില് ലോക വശീകരണാർത്ഥം, ലോകത്തെ മുഴുവൻ വശീകരിക്കുവാൻ, ആകർഷിക്കുവാൻ, കീഴ്പ്പെടുത്തുവാൻ, ലോകത്തെ നമുക്ക് കീഴടക്കുവാൻ കീഴടക്കുന്നതിന് വേണ്ടി ക്ഷമ, സ്നേഹ, ദയാദീന, ക്ഷമ, സ്നേഹം, ദയ മുതലായ ഗുണങ്ങളുടെ പ്രാധാന്യം നമുക്ക് പറഞ്ഞു തരാണ്, നമുക്ക് പ്രദർശിപ്പിക്കുന്നു, നമുക്ക് കാണിച്ചു തരുന്നു. ലോകത്തെ മുഴുവൻ നമുക്ക് കീഴ്പ്പെടുത്തുവാൻ നമുക്ക് വേണ്ടതായ കുറച്ച് ഗുണങ്ങളെയാണ് നമുക്കിവിടെ പറയുന്നത്. ക്ഷമയാ ദയയാ പ്രേംണ സൂനൃതേനാർജവേന ച വശീകുര്യാ ജഗത് സർവം വിനയേന ച സേവയാ. ക്ഷമയാ ദയയാ പ്രേംണ സൂനൃതേന ആർജവേന ച വശീകുര്യാത് ജഗത് സർവം വിനയേന ച സേവയാ. എന്താ പറയുന്നത്? ക്ഷമയാ, ക്ഷമ കൊണ്ട്, ക്ഷമിക്കാനുള്ള ആ ഒരു കഴിവ്, ക്ഷമ എന്ന ഗുണം കൊണ്ട്. ദയയാ, ദയ, കാരുണ്യം, നമ്മളുടെ ഒരു മനസ്സലിവ്, ആ ഒരു ഗുണം കൊണ്ട്. പ്രേംണ, സ്നേഹം കൊണ്ട്, മനസ്സിൽ സ്നേഹം ഉണ്ടാവുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് അല്ലെ. മറ്റുള്ളവരോട് പരസ്പരമുള്ള, സഹജീവികളോടുള്ള സ്നേഹം, ആ ഒരു ഗുണം നമ്മുടെ മനസ്സിൽ ഉണ്ടാവുന്നത് കൊണ്ട്. സൂനൃതേന, സത്യവചനങ്ങൾ കൊണ്ട്, സത്യം പറയുക എന്നുള്ള ആ ഒരു ഗുണം കൊണ്ട്. ആർജവേന, ആർജവേന എന്നുള്ളത് ഇവിടെ പറയുന്നത് വാത്സല്യം, വാത്സല്യം, നമുക്ക് ഉള്ളിലൊരു കെയറിങ് എന്നുള്ള ആ ഒരു മനോഭാവം, അത് എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല അല്ലെ. ചിലർക്ക് മാത്രമാണ് ഒരു കുട്ടിയെ കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരു ചെറിയൊരു ജീവിയെ കാണുമ്പോൾ, നമുക്ക് പെറ്റായിട്ടുള്ള ജീവികളെയൊക്കെ കാണുമ്പോൾ ചില ആൾക്കാർക്ക് അതിനോടൊരു വാത്സല്യം, അതിനോടൊരു കെയറിങ് തോന്നുള്ളൂ. ആ ഒരു ഗുണം നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ടതാണ്. ആ ഒരു ഗുണം അതുകൊണ്ട്. വിനയേന, വിനയം, നമ്മളുടെ ആ ഒരു എളിമ. സേവയാ, സേവയാ എന്ന് പറഞ്ഞാല് സേവനം ചെയ്യാനുള്ള മനസ്സ്, അതും നമ്മളിൽ ഉണ്ടായിരിക്കേണ്ട ഒരു ഗുണമാണ്. ഈ ഗുണങ്ങൾ കൊണ്ടൊക്കെ, ക്ഷമ കൊണ്ട്, ദയ കൊണ്ട്, പ്രേമ കൊണ്ട്, അതായത് സ്നേഹം, സത്യവചനങ്ങൾ കൊണ്ട്, വാത്സല്യം കൊണ്ട്, വിനയം കൊണ്ട്, സേവനം ചെയ്യാനുള്ള ആ ഒരു മനസ്സ്, അതുകൊണ്ടൊക്കെ നമുക്ക് ജഗത്തിനെ മുഴുവൻ, സർവം ജഗത്, ജഗത്തിനെ മുഴുവൻ വശീകുര്യാത്, വശീകരിക്കുവാൻ, നമ്മൾക്ക് കീഴ്പ്പെടുത്തുവാൻ സാധിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. നോക്കാം. ക്ഷമയാ ദയയാ പ്രേംണ സൂനൃതേനാർജവേന ച വശീകുര്യാത് ജഗത് സർവം വിനയേന ച സേവയാ. അതിലെ പദച്ഛേദം നോക്കാം. സൂനൃതേനാർജവേന, സത്യവചനങ്ങൾ എന്നും വാത്സല്യം കൊണ്ടും എന്നുള്ള രണ്ടർത്ഥം വരണം. അത് ഒറ്റ പദമായിട്ടാണ് നമ്മുടെ ശ്ലോകത്തിൽ കൊടുത്തിട്ടുള്ളത്. സൂനൃതേന അധികം ആർജവേന, സൂനൃതേന ആർജവേന എന്നുള്ളത് സൂനൃതേന അധികം ആർജവേന. വശീകുര്യാത് ജഗത്, വശീകുര്യാത് അധികം ജഗത്, വശീകുര്യാത് സ്വായത്തീകരിക്കുവാൻ സാധിക്കും എന്നുള്ള അർത്ഥം വരാനാണ് ജഗത് എന്ന് പറഞ്ഞാൽ ലോകം. അപ്പൊ വശീകുര്യാത് ജഗത് എന്നുള്ള കൂട്ടിച്ചേർത്ത പദത്തിനെ നമ്മൾ പദച്ഛേദം ചെയ്യുമ്പോൾ വശീകുര്യാത് അധികം ജഗത് എന്ന് വരുന്നു. അന്വയം നോക്കാം. ക്ഷമയാ, ക്ഷമാഗുണേന, ക്ഷമ എന്നുള്ള ആ ഗുണം കൊണ്ട്. ദയയാ, ദയ, ദയവ്, കാരുണ്യം, കരുണ, അതൊക്കെ അല്ലേ, ആ ഒരു ഗുണം കൊണ്ട്. പ്രേംണ, പരസ്പരമുള്ള സ്നേഹം, സ്നേഹം കൊണ്ട്. സൂനൃതേന, സൂനൃതേന എന്ന് പറഞ്ഞാല് സത്യവചനങ്ങൾ, സത്യം പറയുന്നത് കൊണ്ട്. ആർജവേന ച, ആർജവേന എന്നുള്ളത് ഇവിടെ നമ്മൾ അർത്ഥമെടുക്കുന്നത് വാത്സല്യം, വാത്സല്യം കൊണ്ട്. വിനയേന, വിനയം എന്ന് പറഞ്ഞാല് വിനയഭാവം, ഒരു എളിമ, എല്ലാവരും വളരെ വിനീതമായിട്ട് വിനയത്തോടു കൂടിയിട്ടുള്ള പെരുമാറ്റം. സേവയാ, സേവനം ചെയ്യുക, മടി കൂടാതെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ, ഒരു സേവനം ചെയ്യാനുള്ള മനസ്ഥിതി, അങ്ങനെയുള്ള സേവന പ്രവർത്തികൾ കൊണ്ടൊക്കെ. സർവം ജഗത്, മുഴുവൻ ലോകത്തെയും വശീകുര്യാത്, വശീകരിക്കുവാൻ, നമ്മളിലേക്ക് ആകർഷിക്കുവാൻ. ഇത്തരം ഗുണഗണങ്ങളൊക്കെ ഉള്ള ഒരാൾക്ക് ലോകത്തെ മുഴുവൻ ആളുകളെയും തന്നിലേക്ക് ആകർഷിക്കുവാൻ, തന്നിലേക്ക് കൊണ്ടുവരുവാൻ, അവരുടെ ശ്രദ്ധ, ആ ഒരു ശ്രദ്ധ നമ്മളിലേക്ക് എത്തിക്കുവാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ലോകത്തെ മുഴുവൻ കീഴ്പ്പെടുത്തുവാൻ, സ്വായത്തീകരിക്കുവാൻ, കൈപ്പിടിയിൽ ഒതുക്കുവാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അന്വയം ഒന്നും കൂടെ നോക്കാം. ക്ഷമയാ ദയയാ പ്രേംണ സൂനൃതേന
ആർജവേന ച വിനയേന സേവയാ ച സർവം ജഗത് വശീകുര്യാത്. സാരാംശഃ: ക്ഷമയാ ദയയാ സത്യവചനേന സ്നേഹേന വിനയേന സേവനേന ച സർവം ലോകം വശീകർത്തും ശക്നുമഃ. ക്ഷമ കൊണ്ടും ദയ കൊണ്ടും സത്യം പറയുന്നത് കൊണ്ടും സ്നേഹം കൊണ്ടും വിനയം കൊണ്ടും സേവനം കൊണ്ടും നമുക്ക് ലോകത്തെ മുഴുവൻ വശീകരിക്കുവാൻ, തന്നിലേക്ക് ആകർഷിക്കുവാൻ സാധിക്കും. ലോകഹിതാർത്ഥം ക്ഷമാദയഃ ഗുണാഃ ആചരണീയാഃ ഇതി താല്പര്യം. ലോകഹിതത്തിനു വേണ്ടി, ലോകഹിതം എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ മുഴുവൻ ജനങ്ങളുടെയും ഈ സമൂഹത്തിന്റെ തന്നെ ഹിതം, നന്മയ്ക്ക് വേണ്ടിയിട്ട്, നല്ലതിനു വേണ്ടിയിട്ട് ക്ഷമാദി ഗുണങ്ങള്, ക്ഷമാ മുതലായ ഗുണങ്ങള്, ക്ഷമാദയഃ ഗുണാഃ, ക്ഷമാ മുതലായ ക്ഷമാ, ദയ, പ്രേമം, സൂനൃതം, ആർജവം, വിനയം, സേവ തുടങ്ങിയിട്ടുള്ള ഗുണങ്ങളൊക്കെ നമ്മൾ ആചരണീയാഹ ഇതി താല്പര്യം. നമ്മൾ ആചരിക്കേണ്ടതാണ്. നമ്മൾ നമ്മുടെ ജീവിതത്തിലെ ആ ഗുണങ്ങളെയെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തേണ്ടതാണ്. നമ്മൾ അതൊക്കെ കൊണ്ടുവരേണ്ടതാണ്, ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കേണ്ടതാണ് എന്നാണ് ഇവിടെ ഈ ശ്ലോകത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. ക്ഷമയാ ദയയാ പ്രേംണ സൂനൃതേനാർജവേന ച വശീകുര്യാ ജഗത് സർവം വിനയേന ച സേവയാ. നോക്കാം നാലാമത്തെ സുഭാഷിതം. വിഷ്ണു ശർമ്മ പഞ്ചതന്ത്രേ ആത്മനഃ അഹിതം കാര്യം പരേഭ്യഃ ന കർത്തവ്യമിതി സൂചയതി. വിഷ്ണു ശർമ്മ, വിഷ്ണു ശർമ്മ ആരാണ്? പഞ്ചതന്ത്രം എഴുതിയിട്ടുള്ള പണ്ഡിതനാണ്. പഞ്ചതന്ത്രം എന്ന പുസ്തകം നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും, വായിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ പഞ്ചതന്ത്രം എഴുതിയിട്ടുള്ളത് ആരാണ്? വിഷ്ണു ശർമ്മയാണ്. വിഷ്ണു ശർമ്മ പഞ്ചതന്ത്രത്തിൽ ആത്മനഃ അഹിതം കാര്യം, ആത്മനഃ നമുക്ക് സ്വയം, നമുക്ക് തനിക്ക് തന്നെ അഹിതമായിട്ടുള്ള കാര്യം, നമുക്ക് യോഗ്യമല്ലാത്ത, നമ്മൾക്ക് നല്ലതല്ലാത്ത കാര്യം പരേഭ്യഃ മറ്റുള്ളവർക്ക്, ന കർത്തവ്യം മറ്റുള്ളവർക്ക് വേണ്ടിയും ചെയ്യാൻ പാടില്ല എന്ന് നമ്മളോട് പറയുന്നുണ്ട്. ന കർത്തവ്യം ഇത് സൂചയതി, ചെയ്യരുതെന്ന് സൂചിപ്പിക്കുന്നുണ്ട്, നമ്മളോട് പറയുന്നുണ്ട്. വിഷ്ണു ശർമ്മ പഞ്ചതന്ത്രം എന്ന തന്റെ പുസ്തകത്തില് നമുക്ക് യോഗ്യമല്ലാത്തത്, നമുക്ക് ദോഷകരമായിട്ടുള്ളത്, നമുക്ക് ഗുണം ചെയ്യാത്ത കാര്യങ്ങൾ നമുക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി അത് ചെയ്തു കൊടുക്കാൻ പാടില്ല, മറ്റുള്ളവർക്കും അത് ചെയ്യാൻ പറ്റാത്ത കാര്യമായിരിക്കും എന്നുള്ളത് നമ്മളോട് പറയുന്നുണ്ട്. നോക്കാം. ശ്രൂയതാം ധർമ്മ സർവസ്വം ശ്രുത്വാ ചൈവ വിചാര്യതാം ആത്മന പ്രതികൂലാനി പരേഷാം ന സമാചരേത്. ശ്രൂയതാം ധർമ്മ സർവസ്വം ശ്രുത്വാ ചൈവ വിചാര്യതാം, ശ്രുത്വാ ച ഏവ വിചാര്യതാം ആത്മന പ്രതികൂലാനി പരേഷാം ന സമാചരേത്. ധർമ്മ സർവസ്വം ശ്രൂയതാം. ധർമ്മ സർവസ്വം അതായത് നല്ല കാര്യങ്ങളൊക്കെ നമുക്ക് ശ്രൂയതാം, പലതരത്തിലുള്ള അഭിപ്രായത്തിൽ വരുന്ന നല്ല കാര്യങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ, പലരും പറയുന്ന കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള നല്ല കാര്യങ്ങളുടെ ഒക്കെ ആ ഒരു സാരാംശം, അതിൻ്റെയൊക്കെ ഒരു മെയിൻ ആയിട്ടുള്ള കണ്ടന്റ് ഉണ്ടാവുമല്ലോ, അത് നമുക്ക് കേൾക്കാം. ശ്രൂയതാം. ശ്രുത്വാ ഏവ ച വിചാര്യതാം. ശ്രുത്വാ ഏവ ച വിചാര്യതാം എന്താണ്? കേട്ടിട്ട് അത് നമുക്ക് അതിനെപ്പറ്റി ചിന്തിക്കാം. നമ്മൾ കേൾക്കുന്ന കാര്യത്തെ നമ്മൾ എന്ത് ചെയ്യണം? അത് കേക്ക് കഴിഞ്ഞാൽ പിന്നെന്താ, നമ്മുടെ മനസ്സിലിട്ട് അതിനെ ഒന്ന് മനനം ചെയ്യണം. നമ്മൾ അതിനെ ഒന്ന് നല്ലോണം അതിനെ ഇരുത്തി ചിന്തിക്കണം. ആത്മനഃ പ്രതികൂലാനി, അങ്ങനെ ചിന്തിച്ചതിന് ശേഷം ആത്മനഃ നമുക്ക് തന്നെ പ്രതികൂലാനി, പ്രതികൂലാനി എന്ന് പറഞ്ഞാൽ അനുകൂലം പ്രതികൂലം നമ്മൾ കേട്ടിട്ടുണ്ട്. പ്രതികൂലാനി എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ ദോഷം ചെയ്യുന്നതാണ്, നമുക്ക് തന്നെ യോജിക്കാത്തതാണ് എന്നുണ്ടെങ്കിൽ, വിപരീത ഫലം നൽകുന്നതാണ് എന്നുള്ള കാര്യങ്ങളാണെങ്കിൽ പരേഷാം ന സമാചരേത്. പരേഷാം അത് മറ്റുള്ളവർക്കും നമ്മൾ ചെയ്തു കൊടുക്കരുത്. നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റില്ല, അത് ചെയ്താൽ എനിക്ക് ശരിയാവില്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ നീ ഇത് ചെയ്തോ എന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവർക്ക് അത് സജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പാടില്ല. മറ്റുള്ളവർക്കും അതെന്താണ്? ദോഷമായിട്ടേ വരുള്ളൂ. അപ്പോൾ നമ്മൾക്ക് പറ്റാത്ത കാര്യങ്ങൾ മറ്റുള്ളവരെ കൊണ്ടും നമ്മൾ ചെയ്യിക്കാൻ പാടില്ല, മറ്റുള്ളവർക്ക് വേണ്ടിയും നമ്മൾ ചെയ്തു കൊടുക്കരുത് എന്നാണ് വിഷ്ണു ശർമ്മ നമ്മളോട് പറയുന്നത്. നോക്കാം.
ശ്രൂയതാം ധർമ്മ സർവസ്വം ശ്രുത്വാ ചൈവ വിചാര്യതാം ആത്മന പ്രതികൂലാനി പരേഷാം ന സമാചരേത്. അതിലെ പദച്ഛേദം നോക്കാം. വളരെ എളുപ്പമാണ്, നമ്മൾ മുൻപ് പഠിച്ചിട്ടുള്ളതുമാണ്. ചൈവ ച അധികം ഏവ. അന്വയ എന്നുള്ള ഭാഗത്തില് ധർമ്മ സർവസ്വം, ധർമാണാം സാരാംശം, നല്ല കാര്യങ്ങളുടെ ഒക്കെ ഒരു സാരമായിട്ടുള്ള വാക്കുകള്. ശ്രൂയതാം, നമുക്ക് കേൾക്കാം. ശ്രുത്വാ ഏവച്ച വിചാര്യതാം, കേട്ടിട്ട് നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാം. ആത്മനഃ പ്രതികൂലാനി, നമുക്ക് തന്നെ വിപരീത ഫലങ്ങൾ തരുന്ന കാര്യങ്ങളാണ് അതെങ്കിൽ പരേഷാം ന സമാചരേ, മറ്റുള്ളവർക്ക് വേണ്ടി അത് ചെയ്യരുത്. നമ്മൾക്ക് പ്രതികൂലമായിട്ടുള്ളത്, നമുക്ക് വിപരീതമായിട്ടുള്ള ചീത്ത ഫലം നൽകുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയും ചെയ്തു കൊടുക്കരുത്. ധർമ്മ സർവസ്വം ശ്രൂയതാം ശ്രുത്വാ ഏവ ച വിചാര്യതാം ആത്മനഃ പ്രതികൂലാനി പരേഷാം ന സമാചരേത്. ഇത് അന്വയഃ. സാരാംശഃ ആത്മനഃ അനിഷ്ടം കാര്യം അന്യേഭ്യോ ന കുര്യാത് ഇതി ധർമാണാം സാരാംശം ശ്രദ്ധയാ ശൃണു. ആത്മനഃ സ്വയം, നമുക്ക് തന്നെ അനിഷ്ടമായിട്ടുള്ള കാര്യം, ഇഷ്ടപ്പെടാത്ത കാര്യം അന്യേഭ്യോ ന കുര്യാത്, മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യരുത്. ഇതി ധർമാണാം സാരാംശം ശ്രദ്ധയാ ശൃണു എന്ന് പറയുന്ന ധർമ്മങ്ങളുടെ സാരാംശത്തെ നമുക്ക് ശ്രദ്ധയോടെ കേൾക്കൂ. ശ്രുത്വ സമ്യക് അവഗച്ഛന്തു, കേൾക്കുക മാത്രമല്ല, കേട്ട് വിടാനല്ല പറയുന്നത്, കേട്ട് അതിനെ നമ്മൾ നല്ലോണം അതിനെപ്പറ്റി ചിന്തിക്കണം, എന്നിട്ട് അതിനെ മനസ്സിലാക്കണം, എന്നിട്ട് വേണം നമ്മൾ കാര്യങ്ങൾ പ്രവൃത്തിയിൽ കൊണ്ടുവരാൻ. നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളെ നമ്മൾ നല്ലോണം മനസ്സിലാക്കി, അതിനെപ്പറ്റി ചിന്തിച്ച് മനസ്സിലാക്കി കൃത്യമായൊരു രൂപം ഉണ്ടായിരിക്കണം നമ്മുടെ മനസ്സിൽ. അപ്പൊ നമുക്ക് പറ്റില്ല എന്ന് തോന്നുന്ന ഒരു കാര്യം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയും ചെയ്തു കൊടുക്കരുത് എന്നാണ് 4ാമത്തെ സുഭാഷിതത്തിൽ നമ്മൾ പറയുന്നത്. അപ്പൊ 1ാമത്തെ സുഭാഷിതത്തിൽ നമ്മൾ കണ്ടു സ്വാതന്ത്ര്യം എന്ന വലിയൊരാശയത്തെ. കുമാരനാശാന്റെ വരികളാണ്, അത് നമ്മൾ സംസ്കൃതത്തിലേക്ക് മാറ്റി കണ്ടു. അഭിമാനികളായ മനുഷ്യർക്ക് പാരതന്ത്ര്യം എന്നുള്ളത്, സ്വാതന്ത്ര്യം ഇല്ലാത്തൊരവസ്ഥ എന്നുള്ളത് എന്താണ്, മരണത്തേക്കാൾ ഭയാനകമാണെന്ന് നമ്മൾ കണ്ടു. 2ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ കണ്ടത്, 2ാമത്തെ സുഭാഷിതം ശ്രീനാരായണ ഗുരുദേവന്റെ വരികളാണ്. അതിൽ നമ്മൾ കണ്ടത് ജാതിയുടെയും മതത്തിന്റെയും വേർതിരിവുകളൊന്നുമില്ലാതെ എത്ര ജനാഹ സർവേ വസന്തി, എവിടെയാണോ ജനങ്ങളെല്ലാവരും ഒത്തൊരുമയോടുകൂടി ജീവിക്കുന്നത് അവിടമാണ് സഹോദരന്മാരായിട്ട് അങ്ങനെ ജീവിക്കുന്ന ആ സ്ഥലമാണ് മാതൃകാസ്ഥാനമെന്ന് നമ്മൾ കണ്ടു. 3ാമത്തതിൽ ഈ ലോകത്തെ മുഴുവൻ നമ്മളിലേക്ക് ആകർഷിക്കുവാൻ, നമ്മളിലേക്ക് കൊണ്ടുവരുവാൻ, ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധ നമ്മളിലേക്ക് എത്തിക്കുവാൻ നമ്മൾ എന്തൊക്കെ ഗുണങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടത് എന്നുള്ള കാര്യം നമ്മൾ കണ്ടു. 4ാമത്തതിലാണ് നമ്മൾ പറഞ്ഞത് ധർമ്മത്തിന്റെ എല്ലാ തലത്തിലുമുള്ള ആശയങ്ങളെ നമ്മൾക്ക് കേൾക്കാം. ആ കേട്ട ആശയങ്ങളെ നമുക്ക് നന്നായി ചിന്തിക്കാം അതിനെക്കുറിച്ച്, എന്നിട്ട് അതിന് കൃത്യമായി മനസ്സിലാക്കാം. അതിനുശേഷം നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് അഹിതമായിട്ടുള്ളത്, നമുക്ക് ദോഷമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവർക്കും ചെയ്തു കൊടുക്കരുത് എന്ന് നമ്മൾ അവസാനമായിട്ട് അതാണ് കണ്ടത്. പഠന പ്രവർത്തനങ്ങൾ നോക്കാം. സുഭാഷിതാനി സംഘശഃ വ്യക്തിശശ്ച സതാളമാലപതു. ഈ തന്നിട്ടുള്ള 4 സുഭാഷിതങ്ങളും ഉചിതമായ താളത്തോടുകൂടി, അക്ഷരശുദ്ധിയോടുകൂടി, ആശയം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ചൊല്ലുന്ന സമയത്ത് മറ്റുള്ളവർക്കും ആശയം ലഭിക്കുന്ന രീതിയിൽ കൃത്യമായി നമ്മൾ താളത്തോടു കൂടി ചൊല്ലാനാണ് പറയുന്നത്. അടുത്ത പഠന പ്രവർത്തനം എന്ന് പറയുന്നത് മാതൃകാനുസാരം ആപ്തവാക്യാനി ധ്യേയവാക്യാനി ച സ്വീകൃത്യ സ്ഫോരകപത്രാണി നിർമ്മാതു. മാതൃകയ്ക്കനുസരിച്ച് ആപ്തവാക്യങ്ങളും ധ്യേയവാക്യങ്ങളും എടുത്ത് നമ്മളോട് സ്ഫോരകപത്രം നിർമ്മിക്കാനാണ്. താഴെ ഒരു മാതൃക കൊടുത്തിട്ടുണ്ട്, വാക്യം എഴുതിയിട്ട് ഇങ്ങനെ പ്ലക്കാർഡ് പിടിച്ച് നിൽക്കുന്ന അപ്പൊ അതുപോലെ നമ്മളോട് നിർമ്മിക്കാനാണ്. അപ്പൊ നമുക്ക് ഇവിടെ നോക്കാനുള്ളത് ആപ്തവാക്യങ്ങൾ. എന്താണ് ആപ്തവാക്യം എന്ന് പറഞ്ഞാല് നമ്മുടെ വളരെ പ്രശസ്തങ്ങളായ കാവ്യങ്ങളിൽ നിന്നും ഉപനിഷത്തിൽ നിന്നും വേദങ്ങളിൽ നിന്നും ഒക്കെ എടുത്തിട്ടുള്ള ആപ്തവാക്യം, അതിൽ നിന്നൊക്കെ എടുത്തിട്ടുള്ള വാക്യങ്ങളാണ് ആപ്തവാക്യങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ പ്രത്യേകിച്ചൊരർത്ഥത്തെ സൂചിപ്പിക്കുന്ന ഒരാശയത്തെ നമ്മളിലേക്ക് എത്തിക്കാൻ ഉപയോഗിക്കുന്ന വാക്യങ്ങളാണ്
ആപ്തവാക്യങ്ങൾ. അതെവിടെ നിന്നാണ്? ഉപനിഷത്തുക്കളിൽ നിന്നും വേദങ്ങളിൽ നിന്നും ഒക്കെ എടുത്തിട്ടുള്ള വരികളാണ്. ധ്യേയവാക്യം എന്ന് പറഞ്ഞാല് ഒരു സംഘടന അല്ലെങ്കിൽ ഒരു പുതിയൊരു സംരംഭം തുടങ്ങുന്ന സമയത്ത് ആ സംഘടനയുടെ പ്രവർത്തനത്തെയും അവരുടെ ലക്ഷ്യത്തെയും സൂചിപ്പിക്കുന്ന തരത്തിലുള്ള, അതിനെ എടുത്തു പറയുന്ന തരത്തിലുള്ള ഒരു വാക്യം. അതും ഈ പറഞ്ഞ പോലെ ഉപനിഷത്തിൽ നിന്നും വേദങ്ങളിൽ നിന്നും കാവ്യങ്ങളിൽ നിന്നൊക്കെ എടുത്തിട്ടുള്ള ചെറിയ വരികളായിരിക്കും. അങ്ങനെയുള്ള ഒരു പ്രവർത്തന മേഖലയെ കൂടി സൂചിപ്പിക്കുന്ന, അവരുടെ സേവനങ്ങളെ കൂടി, ആ സംഘടനയുടെ സേവനങ്ങളെ കൂടി നമ്മളിലേക്ക് ആ വരിയിലൂടെ എത്തിക്കുന്ന തരത്തിലുള്ള വാക്യങ്ങളാണ് ധ്യേയവാക്യങ്ങൾ. അവരുടെ ആ ഒരു സംരംഭത്തിന്റെ ധ്യേയവാക്യമായിട്ട് അവര് അങ്ങനെയുള്ള വാക്യങ്ങളെയാണ് എടുക്കുന്നത്. നോക്കാം. ആപ്തവാക്യം എന്നുള്ള ബോക്സിന്റെ താഴെയായിട്ട് അഹിംസ പരമോധർമ്മ, അഹിംസ പരമോധർമ്മ, ശരീരമാദ്യം ഖലു ധർമ്മ സാധനം, ശരീരമാദ്യം ഖലു ധർമ്മ സാധനം, വിദ്യാധനം സർവധനാത് പ്രധാനം. ഇതൊക്കെ എന്താണ്? വളരെ പ്രശസ്തങ്ങളായിട്ടുള്ള വരികളാണ്. അഹിംസയാണ് ഏറ്റവും വലിയ, ഏറ്റവും പരമമായ ധർമ്മം, ഏറ്റവും വലിയ കർത്തവ്യം എന്നുള്ളത്. അതുപോലെ നമുക്ക് ആദ്യം എന്ത് കാര്യം സാധിപ്പിച്ചെടുക്കാനും ഏതൊരു കാര്യം നമുക്ക് നടത്തിയെടുക്കണം എന്നുണ്ടെങ്കിലും ആദ്യം നമുക്ക് വേണ്ടത് എന്താണ്? നമ്മുടെ ശരീരമാണ്. ശരീരമാദ്യം ഖലു ധർമ്മ സാധനം. നമ്മുടെ കർത്തവ്യങ്ങളും കടമകളും നമുക്ക് നിർവഹിക്കുവാൻ ആദ്യം നമ്മുടെ കയ്യിൽ ഉണ്ടാവേണ്ടത് പൈസയോ അല്ലെങ്കിൽ സമയോ ഇതൊന്നുമല്ല. ആദ്യം വേണ്ടത് എന്താണ്? അതിന് അനുയോജ്യമായ, നമുക്ക് അതിന് പറ്റുന്ന തരത്തിലുള്ള ശരീരമാണ്. അപ്പം ആ ശരീരത്തിന്റെ ആ നല്ലൊരവസ്ഥയെ സൂചിപ്പിക്കുന്നതാണ്. അടുത്തത് പറയുന്നത് വിദ്യാധനം സർവധനാ പ്രധാനം. പലതരത്തിലുള്ള ധനങ്ങളുണ്ട് അല്ലെ? നമുക്ക് ഭൂമിയായിട്ടുണ്ടായിരിക്കും, അതും നമ്മുടെ സമ്പത്താണ്. ക്യാഷ് ആയിട്ടുണ്ടായിരിക്കും, സ്വർണമായിട്ടുണ്ടായിരിക്കും, അതിലൊക്കെ വെച്ചിട്ട് അങ്ങനെ പലതരത്തിലുള്ള വ്യത്യസ്ത തരത്തിലുള്ള ധനങ്ങളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് വിദ്യയാകുന്ന, അറിവാകുന്ന ധനമാണ് എന്നുള്ള വാക്യമാണ് അവസാനത്തത്. അപ്പൊ ഇതൊക്കെ എന്താണ്? ആപ്തവാക്യങ്ങളാണ്. നമ്മുടെ വളരെ പ്രശസ്തങ്ങളായ, വിലമതിക്കാനാവാത്ത വേദങ്ങളിൽ നിന്നും ഉപനിഷത്തുകളിൽ നിന്നും എടുത്തിട്ടുള്ള വരികളാണ്. അടുത്തത് എന്താണ്? ധ്യേയവാക്യം. ഒരു സംഘടന അല്ലെങ്കിൽ ഒരു സംരംഭം തുടങ്ങുന്ന സമയത്ത് അതിൻ്റെ പ്രവർത്തന ലക്ഷ്യങ്ങളെയും അതിൻ്റെ സേവനങ്ങളെയും കുറിച്ച് നമുക്ക് അവരുടെ സിമ്പലൊക്കെ ഉണ്ടായിരിക്കും. ആ സിമ്പലിലൊക്കെ നമ്മൾ ഇതിങ്ങനെ രേഖപ്പെടുത്തിയിട്ടുള്ള രീതിയിലായിരിക്കും ഉണ്ടാവുക. നോക്കാം. യോഗക്ഷേമം വഹാമ്യഹം, യോഗക്ഷേമം വഹാമ്യഹം. നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായിരിക്കും LIC എന്ന് പറയുന്ന ഒരു സംഘടന. അതായത് നമ്മുടെ ഇൻഷുറൻസ് മുതലായ കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്ന ഒരു സംഘടനയാണ്. അപ്പൊ അവരുടെ ആ ഒരു ചിഹ്നമുണ്ട്, രണ്ട് കൈയൊക്കെ ഇങ്ങനെ നിൽക്കുന്ന ചിഹ്നത്തിന്റെ ആ ലോഗോയില് അവർ എഴുതിയിട്ടുള്ള അവരുടെ ധ്യേയവാക്യമാണ് യോഗക്ഷേമം വഹാമ്യഹം. നിങ്ങളുടെ ക്ഷേമം, നിങ്ങളുടെ സൗഖ്യം, നിങ്ങളുടെ ആ കാര്യങ്ങളൊക്കെ, നിങ്ങളുടെ എല്ലാ ക്ഷേമ കാര്യങ്ങളും ഞാൻ നിർവഹിച്ചു കൊള്ളാം എന്നുള്ള ഈ വരി ഒരു ഉപനിഷത്ത് വാക്യമാണ്. അത് ഇവരുടെ ലോഗോയില് അവരുടെ ധ്യേയവാക്യമാക്കി വെച്ചിട്ടുണ്ട്. LICയുടെ ആണ്. LIC എന്ന് പറയുന്ന സംഘടനയുടെ ആണ് യോഗക്ഷേമം വഹാമ്യഹം എന്നുള്ളത്. അടുത്തത് ജ്ഞാനാദേവ തു കൈവല്യം, ജ്ഞാനാത് ഏവ തു കൈവല്യം. ജ്ഞാനം, അറിവ്, ജ്ഞാനത്തിൽ നിന്നുമാണ് കൈവല്യം ലഭ്യമാകുന്നത്. അത് കൈവല്യം നമുക്ക് കിട്ടുന്നത് അറിവിൽ നിന്നാണ്. നമുക്ക് മോക്ഷം ലഭിക്കുന്നത് അറിവ് സമ്പാദിക്കുന്നതിലൂടെയാണ്, അറിവ് നേടുന്നതിലൂടെയാണ് നമുക്ക് ഏറ്റവും വലിയ മോക്ഷപ്രാപ്തി സാധ്യമാവുന്നത്. ഇത് നമ്മുടെ കാലടിയിലുള്ള സംസ്കൃത സർവകലാശാലയുടെ ധ്യേയവാക്യമാണ്. അവരുടെ ചിഹ്നത്തിലാണ് അവർ ഈ വരികൾ എഴുതി വെച്ചിട്ടുള്ളത്. ധ്യേയവാക്യമാണെങ്കിലും ആപ്തവാക്യമാണെങ്കിലും ഉപനിഷത്തിൽ നിന്നോ വേദങ്ങളിൽ നിന്നോ നമ്മൾ എടുത്തിട്ടുള്ള വരികളാണെന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തത് അഹർനിശം സേവാമഹേ. അഹഹ എന്ന് പറഞ്ഞാൽ പകല്, നിശി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം രാത്രി എന്നാണ്. അപ്പൊ അഹർനിശം സേവാമഹേ, രാവും പകലും സേവനം ചെയ്യുന്നു, സർവീസ് സാധ്യമാക്കുന്നു, നിങ്ങളെ സേവിക്കുന്നു എന്നുള്ള ഈ ധ്യേയവാക്യം ആരുടേതാണ്? നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ ടെലികമ്മ്യൂണിക്കേഷൻ ആയിട്ടുള്ള BSNLന്റെ ആണ്. BSNL എന്ന് പറയുന്ന ആ ഒരു ആദ്യകാലത്തെ നമ്മുടെ
നെറ്റ്വർക്ക് സിസ്റ്റം ആയിരുന്നു. അതിന്റെ ഇപ്പോഴും നമ്മൾ ഉണ്ട് കേട്ടോ. അതിന്റെ ധ്യേയവാക്യമാണ് അഹർനിശം സേവാമഹേ എന്നുള്ളത്. ഇതുപോലെ വേറെയാണ് നമ്മുടെ ഇന്ത്യയുടെ, നമ്മുടെ ഭാരത സർക്കാരിന്റെ ധ്യേയവാക്യം എന്ന് പറയുന്നത് സത്യമേവ ജയതേ എന്നുള്ളതാണ്. സത്യം മാത്രമാണ് ജയിക്കുന്നത്. സത്യം ജയിക്കട്ടെ എന്നുള്ള ആ ഒരു ആശയത്തെ നമ്മളുടെ അശോക സ്തംഭത്തിന്റെ ആ ചിത്രത്തിന്റെ അടുത്ത് അവര് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കേരള പോലീസിന്റെ ധ്യേയവാക്യം എന്ന് പറയുന്നത് മൃദുഭാവേ ദൃഢകൃത്യേ എന്നുള്ളതാണ്. വളരെ സൗമ്യമായ പെരുമാറ്റവും വളരെ കൃത്യനിഷ്ഠയോട് കൂടിയിട്ടുള്ള പങ്ക്ച്വലായിട്ടുള്ള കൃത്യനിർവഹണവും എന്നുള്ളതാണ് അവരുടെ മോട്ടോ, ധ്യേയവാക്യം. അപ്പൊ അത്തരത്തില് ഇതുപോലെ നിങ്ങൾ പലതും കണ്ടിട്ടായിരിക്കും. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ കാണുന്ന ഓരോ യൂണിവേഴ്സിറ്റികളാവട്ടെ, സംഘടനകളാവട്ടെ, അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനങ്ങൾ, അതായത് ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്ന സ്ഥാപനങ്ങളുടെ ഒക്കെ ഇതിൽ ഇപ്പം കോടതിക്കൊക്കെ ഉണ്ട്, അതിലൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിന് കൃത്യമായ അവരുടെ പ്രവർത്തന മേഖലയെയും അവരുടെ ലക്ഷ്യങ്ങളെയും ആ സംഘടനയുടെ ഉദ്ദേശത്തെയും സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ധ്യേയവാക്യം ഉപനിഷത്തിൽ നിന്നോ വേദത്തിൽ നിന്നോ മറ്റ് കാവ്യങ്ങളിൽ നിന്നോ എടുത്തിട്ടുള്ളതായിട്ടുള്ള ഒരു ധ്യേയവാക്യം അവരതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇവിടെ പറയുന്നത് ഇങ്ങനെ കൊടുത്തിട്ടുള്ള ആപ്തവാക്യങ്ങളും ധ്യേയവാക്യങ്ങളും നിങ്ങൾ ഉൾപ്പെടുത്തി മാതൃകയ്ക്കനുസരിച്ച് സ്ഫോരക പത്രങ്ങൾ നിർമ്മിക്കാനാണ്. നിങ്ങൾ അതുപോലെ സ്ഫോരക പത്രങ്ങൾ നിർമ്മിച്ച് നിങ്ങളുടെ ക്ലാസ്സിൽ പ്രദർശിപ്പിക്കുക. അടുത്ത പ്രവർത്തനം പറയുന്നത് കതിപയാനി ആപ്തവാക്യാനി ധ്യേയവാക്യാനി ച സംഗണകയന്ത്രേ ടങ്കണം കരോതു. ഇതുപോലെയുള്ള ഈ ആപ്തവാക്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ധ്യേയവാക്യങ്ങളും ആപ്തവാക്യങ്ങളും ഒക്കെ സംഗണകയന്ത്രേ കമ്പ്യൂട്ടറിൽ ടങ്കണം കരോതു, ടൈപ്പ് ചെയ്യാം. അപ്പൊ സംസ്കൃതത്തിൽ ടൈപ്പ് ചെയ്യാനും കൂടിയുള്ള ഒരു അവസരമാണ് നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ സ്കൂളുകളിൽ അത് ചെയ്തു നോക്കാം. മാനവിക ഗുണ പ്രതിപാദകാനി സുഭാഷിതാനി സഞ്ചിത്യ സമ്പുടമേകം നിർമ്മാതു. മാനവിക ഗുണ പ്രതിപാദകാനി, മനുഷ്യന്റെ ഗുണങ്ങളെ കുറിച്ചിട്ട്, മാനവികരുടെ ഗുണങ്ങളെ കുറിച്ച് പറയുന്ന പ്രതിപാദിക്കുന്ന തരത്തിലുള്ള സുഭാഷിതങ്ങള് കണ്ടെത്തിയിട്ട് സമ്പുടമേകം നിർമ്മാതു, ഒരു സമ്പുടം നിർമ്മിക്കാനാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, പല ക്ലാസ്സുകളിലും നമ്മൾ ഇതിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. ക്ഷമ, ധൈര്യം, ധീരത, സ്നേഹം, ഇത്തരത്തിലുള്ള ദയ, കരുണ, ഇത്തരത്തിലുള്ള ഗുണങ്ങളൊക്കെ മനുഷ്യന് ഈ ലോകത്ത് ജീവിച്ച് വിജയിക്കാൻ വേണ്ട കാര്യങ്ങളാണ്. അപ്പൊ അത്തരത്തിലുള്ള ഗുണങ്ങളെയൊക്കെ കുറിച്ച് വരുന്ന സുഭാഷിതങ്ങൾ കണ്ടെത്തി അത് ശേഖരിച്ച് എഴുതി നിങ്ങൾ അതിനൊരു സമ്പുടം നിർമ്മിക്കാനാണ് പറയുന്നത്. അടുത്തത് നോക്കാം. ചിത്രാണാം സഹായേന പ്രശ്നാനാം ഉത്തരാണി ലിഖതു. തന്നിരിക്കുന്ന ചിത്രങ്ങൾക്കനുസരിച്ച് അതിന്റെ ചിത്രങ്ങൾ ഉപയോഗിച്ച് സഹായത്തോടു കൂടി ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറയുന്നത്. ഒന്നാമത്തെ ഉദാഹരണം കൊടുത്തിട്ടുണ്ട്, നോക്കാം. ബാലകാഹ കേന ക്രീഡന്തി. ബാലകാഹ ആൺകുട്ടികൾ കേന ക്രീഡന്തി എന്തുകൊണ്ടാണ് കളിക്കുന്നത്, എന്തു മാധ്യമം കൊണ്ടാണ് കളിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് ഉപകരണം കൊണ്ടാണ് കളിക്കുന്നത് എന്നാണ് ചോദ്യം അല്ലെ. കേന ക്രീഡന്തി എന്തുപയോഗിച്ചിട്ടാണ് കളിക്കുന്നത്. ബാലകാഹ, അവിടെ എന്താ ചിത്രം, ഒരു ബോളിന്റെ ചിത്രം കാണുന്നുണ്ട്. ബോളിന് നമ്മൾ സംസ്കൃതത്തിൽ കന്തുകം പഠിച്ചിട്ടുണ്ട്, നമ്മൾ കന്തുകം എന്ന വാക്ക്. അപ്പോ കന്തുകമാണ് അവിടെ ചിത്രം. അപ്പൊ എങ്ങനെയാണ് കേന ക്രീഡന്തി, എന്തുപയോഗിച്ച്, എന്ത് സാധനം ഉപയോഗിച്ചിട്ടാണ് കളിക്കുന്നത് എന്ന ചോദ്യം വരുമ്പോ ബോൾ ഉപയോഗിച്ചെന്ന് നമുക്ക് പറയണം. ബാലകാഹ കന്തുകേന ക്രീഡന്തി. ബാലകാഹ കന്തുകേന, കന്തുകം എന്നുള്ളത് കന്തുകേന. നമ്മൾ മലയാളത്തിലാണെങ്കിൽ പന്ത് എന്ന് പറയും. പന്തു കൊണ്ടാണ് കളിക്കുന്നത്, പന്തു കൊണ്ടാണ് എന്ന് പറയുന്ന പോലെ തന്നെയാണ് കന്തുകം എന്ന വാക്ക് കന്തുകേന എന്നായി മാറുന്നു. ബാലകാഹ കന്തുകേന ക്രീഡന്തി. ബാലകാഹ കന്തുകേന ക്രീഡന്തി. കർഷകഃ കേന ഹലതി. കർഷകഃ കേന ഹലതി. അപ്പൊ കേന എന്ന് പറഞ്ഞാൽ എന്താണ്, എന്തുപയോഗിച്ചിട്ട്, എന്ത് ഉപകരണം കൊണ്ടാണ്, എന്ത് ഉപകരണം ഉപയോഗിച്ചിട്ടാണ് എന്നുള്ള അർത്ഥമാണ് വരുന്നത്. കർഷകഃ കൃഷിക്കാരൻ, കേന ഹലതി കൃഷിക്കാരൻ എന്ത് ഉപയോഗിച്ചിട്ടാണ് ഹലതി ഉഴുന്നത്. നമ്മൾ കൃഷിസ്ഥലം ഉഴുതു മറക്കില്ലേ, അപ്പോ ഉഴുക എന്നുള്ള അർത്ഥത്തിലാണ് ഹലതി എന്ന് വരുന്നത്. കർഷകൻ എന്ത് ഉപയോഗിച്ചിട്ടാണ് അവിടെ ഉഴുന്നത്. ചിത്രത്തിൽ എന്താ കാണുന്നത്,
കണ്ടിട്ടുണ്ടായിരിക്കും. ഹലഹ കലപ്പയാണ്. കലപ്പയ്ക്ക് ഹലഹ എന്നാണ് പറയാം. ഹലഹ. ഹലഹ എന്നുള്ളത് കലപ്പ കൊണ്ടാണ് എന്ന് പറയാം. നമുക്ക് എന്ത് പറയാം? കർഷക ഹലേന ഹലതി. കർഷക ഹലേന ഹലതി. ആദ്യത്തിൽ നമ്മൾ പറഞ്ഞു ബാലകാഹ കന്തുകേന ക്രീഡന്തി. കന്തുകം എന്ന വാക്കിനെ നമ്മൾ കന്തുകേന ക്രീഡന്തി എന്ന് പറഞ്ഞു. ഇവിടെ ഹലഹ എന്നുള്ള വാക്ക് ഹലേന ഹലതി. കർഷക ഹലേന ഹലതി. അടുത്തത് മൂന്നാമത്തതിന് നമുക്ക് ഉദാഹരണം തന്നിട്ടുണ്ട്. കയാ ദേവം അലങ്കരോതി. കയാ. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യത്തെ രണ്ട് വാക്കുകളും ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പന്തിന് കന്തുകം എന്നാണ് പറയാ. കന്തുകം നപുംസകലിംഗ ശബ്ദമാണ്. കലപ്പയ്ക്ക് ഹലഹ എന്നാണ് പറയാ. ഹലഹ പുല്ലിംഗ ശബ്ദമാണ്. അടുത്ത ചിത്രം നോക്കൂ. അടുത്ത ചിത്രം ഒരു മാലയുടെ ചിത്രമാണ്. മാലയ്ക്ക് നമ്മൾ സംസ്കൃതത്തില് മാല സ്ത്രീലിംഗമാണ്. ആകാരാന്തം സ്ത്രീലിംഗ ശബ്ദമാണ്. അതുകൊണ്ട് തന്നെ മുൻപത്തെ ചോദ്യങ്ങളിൽ നിന്നും മാറ്റം ഇവിടെ വന്നിട്ടുള്ളത് കയാ എന്നാണ്. സ്ത്രീലിംഗ ശബ്ദം ആണ് ഉത്തരം വരേണ്ടത്. അപ്പൊ ചോദ്യവും സ്ത്രീലിംഗത്തിലാണ് ചോദിച്ചിട്ടുള്ളത്. കയാ ദേവം അലങ്കരോതി. എന്തുകൊണ്ടാണ്, എന്ത് ഉപകരണം കൊണ്ടാണ് ദേവനെ അലങ്കരിച്ചിരിക്കുന്നത്? അപ്പൊ ഉത്തരം എന്താ വന്നിട്ടുള്ളത്? മാല എന്ന ശബ്ദം മാലയാ. മാല എന്നുള്ളത് മാലയാ. മാലയാ ദേവം അലങ്കരോതി. മാലയാ ദേവം അലങ്കരോതി. കന്തുകം എന്ന വാക്ക് നപുംസകലിംഗത്തിലാണ്. അത് കന്തുകേന എന്നും. പുഷ്പം എന്നുള്ളത് പുഷ്പേണ. ചിത്രം എന്നുള്ളത് ചിത്രേണ. ഉപനേത്രം എന്നുള്ളത് ഉപനേത്രേണ. പാതുകം എന്നുള്ളത് പാതുകേന. അപ്പൊ നപുംസകലിംഗ ശബ്ദങ്ങൾ ഏന എന്നുള്ള രീതിയിലാണ് മാറുന്നത്. എന്തുപയോഗിച്ച് എന്നുള്ള ചോദ്യം വരുമ്പോൾ നമ്മൾ മാറുന്നത് ഏന എന്നുള്ള രീതിയിലാണ്. ആ വാക്കിന് വ്യത്യാസം വരുന്നത്. പുല്ലിംഗ ശബ്ദം നോക്കുമ്പോഴും അതുപോലെയാണ്. ഹലഹ എന്നുള്ളത് ഹലേന. രാമഹ എന്നുള്ളത് രാമേണ. പാദഹ പാദേന. ഹസ്തഹ ഹസ്തേന. കേശഹ കേശേന. അല്ലെ? ഏന എന്നാണ്. നപുംസകലിംഗ ശബ്ദത്തിലും പുല്ലിംഗ ശബ്ദത്തിലും തൃതീയ വിഭക്തി എന്തുകൊണ്ട്, ഇന്ന സാധനം കൊണ്ട്, ഇന്നതിനാൽ, കലപ്പയാൽ, കാലുകളാൽ. അപ്പൊ ഇന്നതിനാൽ ആ ഉപകരണത്തെ സൂചിപ്പിക്കുന്ന തരത്തിലാവുമ്പോൾ തൃതീയ വിഭക്തിയാണ് വരുന്നത്. ആ തൃതീയ വിഭക്തി നപുംസകലിംഗ ശബ്ദത്തിനും പുല്ലിംഗ ശബ്ദത്തിനും ഒരുപോലെയാണ്. കന്തുകം കന്തുകേന, ചിത്രം ചിത്രേണ, ഹലഹ ഹലേന, കേശഹ കേശേന, പാദഹ പാദേന എന്നുള്ള രീതിയിൽ വരും. എന്നാൽ സ്ത്രീലിംഗ ശബ്ദമാകുമ്പോൾ മാല എന്നുള്ള സ്ത്രീലിംഗ ശബ്ദം വരുമ്പോൾ ആ ചോദ്യം ഇതിലും വ്യത്യാസം വരുന്നുണ്ട്. കയ എന്നായി മാറുന്നു. മാല എന്നുള്ള വാക്ക് തൃതീയയിലേക്ക് മാറുമ്പോൾ മാലയ എന്നാവുന്നു. മാലയ. മാലയ ദേവം അലങ്കരോതി. മാലയ ദേവം അലങ്കരോതി. ഇനി ലത എന്നാണെങ്കിലോ ലതയാ. അംബ എന്നാണെങ്കിലോ അംബയ. വാടിക എന്നാണെങ്കിലോ വാടികയാ എന്നാവും. അപ്പൊ ആകാരാന്തം സ്ത്രീലിംഗം ശബ്ദമാണെങ്കിൽ അയാ എന്നുള്ള രീതിയിലാണ് യാ എന്നാണ് അതിന്റെ കൂടെ ചേർക്കുക. അവസാനത്തെ മാല എന്നുള്ള നീട്ടം നമ്മൾ ആ ദീർഘം ഒഴിവാക്കിയിട്ട് അവിടെ യാ എന്നാണ് കൊടുക്കുന്നത്. അടുത്തത് നോക്കാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ള പ്രവർത്തനം നാലാമത്തെ ചോദ്യം തന്നിട്ടുള്ളത് ഛാത്രാഹ കയാ ലിഖന്തി. ഛാത്രാഹ വിദ്യാർത്ഥികൾ കയാ ലിഖന്തി എന്തുപയോഗിച്ചിട്ടാണ് എഴുതുന്നത്? അപ്പൊ ചോദ്യത്തിൽ കയാ എന്ന് വന്നതുകൊണ്ട് ആ ചിത്രത്തിൽ തന്നിരിക്കുന്ന പെന്നാണ് അല്ലെ. പെന്ന് സ്ത്രീലിംഗ ശബ്ദത്തിലുള്ള ഒരു വാക്കാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. പെണ്ണിന് എന്താണ് നമ്മൾ സംസ്കൃതത്തിൽ പറയാ? ലേഖനി. ഈകാരാന്തം സ്ത്രീലിംഗം. മാല എന്നുള്ളത് ആകാരാന്തം സ്ത്രീലിംഗമായിരുന്നു. ലേഖനി എന്നുള്ളത് ഈകാരാന്തം സ്ത്രീലിംഗമാണ്. അപ്പൊ ലേഖനി എന്നുള്ളത് എങ്ങനെ മാറും? ഛാത്രാഹ കയാ ലിഖന്തി എന്നുള്ളത് ഛാത്രാഹ ലേഖന്യാ ലിഖന്തി.
ലേഖനി എന്നുള്ളത് ലേഖന്യ, ലേഖനി ലേഖന്യ എന്നുള്ള രീതിയിൽ മാറുന്നു. ഛാത്രാഹ ലേഖന്യ ലിഖന്തി. അടുത്തത് രമേശഃ കയാ ഗച്ഛതി. രമേശൻ എന്തുപയോഗിച്ചിട്ട് അല്ലെങ്കിൽ എങ്ങനെ, ഏത് ഉപകരണത്തിലൂടെ എന്നുള്ള രീതിയിലാണ് കേട്ടോ. കയാ എന്തു മാധ്യമത്തിലൂടെയാണ് പോകുന്നത്. രമേശഃ കയാ ഗച്ഛതി. അവിടെയും ചോദ്യം ശ്രദ്ധിക്കുക, കയാ. അപ്പൊ തന്നിരിക്കുന്ന സൈക്കിള് സ്ത്രീലിംഗത്തിൽ വരുന്ന ഒരു വാക്കാണ്. സൈക്കിളിന് എന്താ പറയാ? 2 ചക്രങ്ങളാണ് അല്ലെ. ദ്വിചക്രിക, ദ്വിചക്രിക. ആകാരാന്തം സ്ത്രീലിംഗ ശബ്ദമാണ്. അപ്പൊ രമേശഃ കയാ ഗച്ഛതി എന്ന് ചോദിക്കുമ്പോ രമേശഃ ദ്വിചക്രികയാ ഗച്ഛതി, രമേശഃ ദ്വിചക്രികയാ ഗച്ഛതി. മാല മാലയാ, ദ്വിചക്രിക ദ്വിചക്രികയാ എന്നുള്ള രീതിയിൽ. ലേഖനി ലേഖന്യ, നദി നദ്യ എന്നുള്ള രീതിയിലാണ് പോകുന്നത്. ചോദ്യം നമുക്ക് കാണുമ്പോൾ തന്നെ ഉത്തരത്തിൽ വരുന്ന വാക്ക് സ്ത്രീലിംഗമാണോ പുല്ലിംഗമാണോ നപുംസലിംഗമാണോ എന്ന് മനസ്സിലാക്കാൻ പുല്ലിംഗവും നപുംസകലിംഗവും ആണെങ്കിൽ കേന എന്നായിരിക്കും ചോദ്യം. അപ്പൊ അതിനനുസരിച്ച് ഉത്തരത്തിൽ ആ ചിത്രത്തിനെ നമ്മൾ ഏന എന്ന് ചേർത്ത് കന്തുകം കന്തുകേന എന്ന് നമുക്ക് മാറ്റാം. ഹലഹ ഹലേന എന്ന് നമുക്ക് മാറ്റാം. എന്നാൽ കയ എന്ന് ചോദിക്കുമ്പോൾ ഉത്തരം എന്തിൽ വരണം? ചോദ്യത്തിൽ സ്ത്രീലിംഗമായതുകൊണ്ട് ഉത്തരത്തിലും സ്ത്രീലിംഗം വരണം. മാല മാലയ, ദ്വിചക്രിക ദ്വിചക്രികയ, ലേഖനി ലേഖന്യ എന്നുള്ള രീതിയിലാണ് നിങ്ങൾ ഇത് ചെയ്യേണ്ടത്. ക്ലാസ്സിൽ പുതിയ പുതിയ വാക്കുകൾ കണ്ടെത്തി സ്ത്രീലിംഗം പുല്ലിംഗം നപുംസകലിംഗം എന്നുള്ള രീതിയിൽ നിങ്ങൾ അതിന്റെ തൃതീയ എഴുതി പരിശീലിക്കുക. സ്ത്രീലിംഗം എഴുതുന്ന സമയത്ത് ആകാരാന്തം സ്ത്രീലിംഗവും നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ഈ കാരാന്ത സ്ത്രീലിംഗവും നിങ്ങൾ പരിശീലിക്കുക. അടുത്ത പ്രവർത്തനം, വിന ഇതി ശബ്ദം ഉപയുജ്യ സൂചനാനുസാരം വാക്യാനി രചയതു. വിന നമ്മൾ ആദ്യത്തെ ശ്ലോകത്തിൽ പഠിച്ചു അല്ലെ. ആദ്യത്തെ ശ്ലോകത്തിൽ രണ്ടാമത്തെ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു ജാതിഭേദം മതദ്വേഷം വിനായത്ര ജനഃ സമേ. ഇല്ലാതെ, വിന എന്ന് പറഞ്ഞാൽ ഇല്ലാതെ കൂടാതെ എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ ഇവിടെ വിന എന്ന ശബ്ദം ഉപയോഗിച്ച് സൂചനക്കനുസരിച്ച് വാക്യങ്ങൾ ഉണ്ടാക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. മീനഹ ജലം വിന ന ജീവതി. മീനഹ മത്സ്യം, ജലം വിന ജലമില്ലാതെ, ജലം കൂടാതെ, ന ജീവതി ഇല്ലാതെ ജീവിക്കില്ല, ജീവിക്കുന്നില്ല എന്നുള്ള അർത്ഥത്തില്. മത്സ്യത്തിന് വെള്ളത്തിലല്ലാതെ, വെള്ളമില്ലാതെ ഒരു സ്ഥലത്ത് ജീവിക്കാൻ സാധിക്കില്ല. അപ്പോ ജലം വിന, ജലം വിന, മീനഹ ജലം വിന ന ജീവതി. അടുത്ത പ്രവർത്തനം, വിന ഇതി ശബ്ദം ഉപയുജ്യ സൂചനാനുസാരം വാക്യാനി രചയതു. വിന എന്നുള്ള ശബ്ദം ഉപയോഗിച്ച് നമ്മളോട് സൂചനയ്ക്കനുസരിച്ച് വാക്യങ്ങൾ ഉണ്ടാക്കാനാണ്. വിന എന്ന് പറഞ്ഞാൽ ഇല്ലാതെ കൂടാതെ എന്നുള്ള അർത്ഥത്തിലാണ്. ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. യഥാ മീനഹ ജലം വിന ന ജീവതി. മീനഹ മീന് മത്സ്യം, ജലം വിന ജലം കൂടാതെ വെള്ളം ഇല്ലാതെ, ന ജീവതി ജീവിക്കുന്നില്ല. ജലം വിന ജലം കൂടാതെ, വെള്ളം കൂടാതെ ജീവിക്കില്ല. വേറൊന്ന് പറയുകയാണെങ്കിൽ അക്ഷരം വിന പുസ്തകം നാസ്തി. അക്ഷരം ഇല്ലാതെ പുസ്തകം ഇല്ല. അപ്പൊ ജലം വിന ന ജീവതി എന്ന് പറഞ്ഞ പോലെ അക്ഷരം വിന പുസ്തകം നാസ്തി. അവിടെ ജലം എന്നുള്ളതും അക്ഷരം എന്നുള്ളതും നപുംസകലിംഗത്തിലുള്ളതാണ്. നപുംസകലിംഗത്തിലുള്ള പദങ്ങളിൽ നമുക്കറിയാം പ്രഥമാ വിഭക്തിയും ദ്വിതീയ വിഭക്തിയും ഒരുപോലെയാണ് അല്ലെ. വനം എന്നുള്ളത് തന്നെയാണ്, വനം തന്നെയാണ് ദ്വിതീയയിലും വരിക. ഇവിടെ ജലം എന്നുള്ളത് പ്രഥമയിലും ദ്വിതീയയിലും സെയിം ആണ്. അക്ഷരം എന്നുള്ളതും അതുപോലെയാണ്. നമുക്ക് പുല്ലിംഗത്തിലാണെങ്കിൽ എങ്ങനെയാ വരിക എന്നുള്ളത് ഒന്നുകൂടെ നോക്കാം. വൃക്ഷം വിന ഭൂമിഹി നാസ്തി. വൃക്ഷ എന്നുള്ളതാണ് മരം എന്നുള്ളതിന്. പക്ഷെ അത് ഈ വാക്യത്തിൽ പ്രയോഗിക്കുമ്പോൾ വിന എന്നുള്ളതിന്റെ കൂടെ ഉപയോഗിക്കുമ്പോൾ വൃക്ഷം വിന ഭൂമിഹി നാസ്തി. വൃക്ഷം വിന, വൃക്ഷ എന്നുള്ള പദമാണെങ്കിൽ കൂടി ദ്വിതീയ വിഭക്തിയിലാണ് പ്രയോഗിക്കേണ്ടത്. വിന എന്നുള്ള ശബ്ദയോഗത്തിൽ നമ്മൾ ഇവിടെ
നമ്മളോട് പരിശീലിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ദ്വിതീയയാണ് അവിടെ വരുന്നത്. വിന എന്ന് പ്രയോഗിക്കുമ്പോൾ അതിനു മുന്നിൽ വരുന്ന ആ ഒരു വാക്ക് ഏത് ലിംഗത്തിലായാലും ദ്വിതീയ വിഭക്തിയിൽ പ്രയോഗിക്കണം. ജലം എന്നുള്ളത് ജലം എന്ന ദ്വിതീയയില്, അക്ഷരം എന്നുള്ളതിന്റെ ദ്വിതീയയായ അക്ഷരം എന്നുള്ളതില്, വൃക്ഷ എന്നുള്ളത് വൃക്ഷം എന്നുള്ള ദ്വിതീയ വിഭക്തിയാണ് അവിടെ പ്രയോഗിക്കേണ്ടത്. ഇനി ഈ വിന എന്നുള്ള പ്രയോഗം ദ്വിതീയയിൽ മാത്രമല്ല, ദ്വിതീയ വിഭക്തി മാത്രമല്ല, അവിടെ തൃതീയയും പഞ്ചമിയും ഒക്കെ നമുക്ക് അവിടെ ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ മീനഹ ജലം വിന ന ജീവതി എന്നുള്ള ദ്വിതീയ വിഭക്തിയാണ് പ്രയോഗിച്ച് തന്നിട്ടുള്ളത്. അടുത്തത് അനുബന്ധ എന്ന ഭാഗമാണ്. നാമരൂപാണി. ഇവിടെ നകാരാന്ത പുല്ലിംഗ ആത്മന ശബ്ദ. നകാരാന്ത പുല്ലിംഗ ആത്മന ശബ്ദ. നോക്കാം. പ്രഥമാ വിഭക്തി ഏകവചനം ആത്മാ, ദ്വിവചനം ആത്മാനൗ, ബഹുവചനം ആത്മാനഃ. സംബോധന പ്രഥമ ഏകവചനം ഹേ ആത്മൻ, ദ്വിവചനം ഹേ ആത്മാനൗ, ബഹുവചനം ഹേ ആത്മാനഃ. ദ്വിതീയ വിഭക്തി ഏകവചനം ആത്മാനം, ദ്വിവചനം ആത്മാനൗ, ബഹുവചനം ആത്മനഃ. തൃതീയ വിഭക്തി ഏകവചനം ആത്മനാ, ദ്വിവചനം ആത്മഭ്യാം, ബഹുവചനം ആത്മഭിഃ. ചതുർത്ഥി വിഭക്തി ഏകവചനം ആത്മനേ, ദ്വിവചനം ആത്മഭ്യാം, ബഹുവചനം ആത്മഭ്യഃ. പഞ്ചമി വിഭക്തി ഏകവചനം ആത്മനഃ, ദ്വിവചനം ആത്മഭ്യാം, ബഹുവചനം ആത്മഭ്യഃ. ഷഷ്ടി വിഭക്തി ഏകവചനം ആത്മനഃ, ദ്വിവചനം ആത്മനോഃ, ബഹുവചനം ആത്മനാം. സപ്തമി വിഭക്തി ഏകവചനം ആത്മനി, ദ്വിവചനം ആത്മനോഃ, ബഹുവചനം ആത്മസു. അടുത്തതായിട്ട് ധാതുരൂപങ്ങളാണ്. ധാതുരൂപാണി. സമ അധികം ആങ് അധികം ചര് ഗതൗ പരസ്മൈപതി വിധിലിംഗ്. ഇവിടെ ചര് എന്നുള്ള ധാതുവാണ്. അതിന്റെ മുന്നായിട്ട് സമ ആങ് എന്നുള്ള ഉപസർഗങ്ങൾ കൂടിയിട്ടുള്ളതാണ്. നോക്കാം. പ്രഥമ പുരുഷ ഏകവചനം സമാചരേത്, ദ്വിവചനം സമാചരേതാം, ബഹുവചനം സമാചരേയുഃ. മധ്യമ പുരുഷ ഏകവചനം സമാചരേഹേ, ദ്വിവചനം സമാചരേതം, ബഹുവചനം സമാചരേത. ഉത്തമ പുരുഷ ഏകവചനം സമാചരേയം, ദ്വിവചനം സമാചരേവ, ബഹുവചനം സമാചരേമ. ഇത്രയുമാണ് വന്നിട്ടുള്ളത്. അടുത്തതായിട്ട് അമരകോശ എന്നുള്ള ഭാഗമാണ്. ഈ പാഠഭാഗത്തിൽ നമ്മൾ ദയ എന്നുള്ള പദത്തിന്റെ അമരകോശത്തിലെ വരിയാണ് പഠിക്കുന്നത്. കൃപാ ദയാനുകമ്പ സ്യാദനുക്രോശോപ്യധോ ഹസഹ. ദയ എന്നുള്ള പദത്തിന്റെ കൃപ, ദയ, അനുകമ്പ, അനുക്രോശ, ഹസഹ. ദയ എന്നുള്ള പദത്തിന് പര്യായവാചിയായിട്ടുള്ള സമാന അർത്ഥത്തിൽ വരുന്ന പദങ്ങളാണ് കൃപ, ദയ, അനുകമ്പ, അനുക്രോശ, ഹസഹ. ഇത്രയുമാണ് ഇവിടെ പറയുന്നത്. ഇനി അടുത്ത പേജിൽ നമുക്ക് ശബ്ദകോശ എന്നുള്ള ഭാഗം നമുക്ക് എല്ലാവർക്കും അറിയാം. പുതിയ പദങ്ങളും അതിൻ്റെ സംസ്കൃതത്തിലും മലയാളത്തിലും ഒക്കെ ഉള്ള അർത്ഥം നമുക്ക് സ്വയം കണ്ടെത്താൻ മനസ്സിലാക്കാനുള്ള ഒരു ഭാഗമാണ്. എല്ലാവരും അത് നോക്കി വാക്കുകൾ മനസ്സിലാക്കുക, പാഠം നന്നായി മനസ്സിലാക്കി പഠിക്കുക. നമ്മുടെ പാഠഭാഗത്തിന്റെ അവസാനത്തിൽ, ഈ പേജിന്റെ അവസാനത്തിൽ നമുക്ക് ജ്ഞാനാത് നവ്യായതേ കർമ്മ. ജ്ഞാനാത് നവ്യായതേ കർമ്മ. ജ്ഞാനം എന്ന് പറഞ്ഞാൽ അറിവ്. അറിവിൽ നിന്ന് നമ്മുടെ പ്രവർത്തികൾക്ക് പുതുമ കൈവരുന്നു. അറിവിലൂടെ നമ്മുടെ പ്രവൃത്തി പുതിയതായി മാറുന്നു. കാരണം നമുക്ക് തിരിച്ചറിവുകൾ, പുതിയ പുതിയ അറിവുകൾ ലഭിക്കുമ്പോഴാണ് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും പുതിയ രീതിയിൽ ഏറ്റവും മികച്ചതായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ആ ഒരു ആശയം നിങ്ങളുടെ മുന്നിലേക്ക് വെച്ചുകൊണ്ട് ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. വന്ദേ സംസ്കൃത മാതരം.